യേശു നമ്മളോട് കൽപ്പിക്കുക, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ. മറ്റൊന്നും നമ്മളോട് പറയുന്നില്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവരെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴൊക്കെ യേശുവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ ഓർക്കുക, ഞാൻ യേശുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചല്ല നടക്കുന്നത്, യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ചല്ല നടക്കുന്നത്, എൻ്റെ ഇഷ്ടമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ആരും ആരെയും ഇറക്കി വിടാതിരിക്കട്ടെ എന്നുള്ളതാണ്. എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ടോ എങ്കിൽ ഞാൻ ദൈവസ്ഥിതി നൽകുമ്പോൾ, ആ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞ ആ വഴി ഞാൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാ സ്നേഹിക്കേണ്ടത് എന്ന് ആ കുരിശിലേക്ക് നോക്കിയാ പറയുന്നുണ്ട്. അതാണ് ആ കുരിശ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ വേദനിപ്പിച്ചവരോട് വരെ സ്നേഹിക്കാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എൻ്റെ ഇഷ്ടമാണോ യേശുവിൻ്റെ ഇഷ്ടമാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശു ഒന്നേ പറയുന്നുള്ളൂ, പരസ്പരം സ്നേഹിക്കുക, അവസാനം വരെ സ്നേഹിക്കുക. അതിനുവേണ്ടി നിന്നെ തന്നെ കൊടുക്കാൻ മടിയില്ലാതിരിക്കുക.